KPMS കരുനാഗപ്പള്ളി യൂണിയന്റെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MS സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. 2024 ജനുവരി 24-ന് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 1 ലക്ഷം പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് നടപ്പിലാക്കുന്നത് വഴി സാമൂഹിക നീതി ഉറപ്പുവരുത്താൻ കഴിയും. മുന്നോക്ക സംവരണം നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ കാണിച്ച വ്യഗ്രത ജാതി സെൻസസ് നടപ്പാക്കുന്നതിലും കാണിക്കേണ്ടതുണ്ട്. 2024 ജനുവരി 24-ന് ജാതി സെൻസസ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 1 ലക്ഷം പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്ന് KPMS കരുനാഗപ്പള്ളി യൂണിയന്റെ സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MS സുനിൽകുമാർ പറഞ്ഞു. ഡിസംബർ മാസം 31-ാം തീയതി അവസാനിക്കുകയാണ്. കഴിഞ്ഞ വർഷം കരുനാഗപ്പള്ളിയിൽ 10 ശാഖകളുണ്ടായിരുന്നു. 10 ശാഖയിൽ ഈ വർഷം എനിക്ക് തോന്നുന്നു 1-2 പുതിയ ശാഖകൾ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 12 ശാഖ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡിസംബർ മാസം 31-നുള്ളിൽ ഇപ്പൊ ഉദ്ദേശിക്കുന്ന 26-ാം തീയതി ബുക്ക് കൊണ്ടുപോകണം. 26-ാം തീയതി ബുക്ക് കൊണ്ടുപോയാൽ 31-ാം തീയതി ഒപ്പിട്ട് നമ്മൾ തരും. പ്രക്ഷോഭത്തിന് യൂണിയനിൽ നിന്നും 3000 പ്രവർത്തകരെ പങ്കെടുപ്പിക്കുവാൻ കൺവെൻഷൻ തീരുമാനിച്ചു. യൂണിയൻ പ്രസിഡന്റ് ശശിനാരായണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഖജാൻജി അനീഷ് മുഴങ്ങോടി സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി M വിമോഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജനങ്ങൾക്കിടയിലുള്ള വ്യത്യസ്തത ഉണ്ടാവും, ജനങ്ങൾക്കിടയിലുള്ള നഷ്ടപ്പെടും. ഇത്തരം കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. അധികാര കേന്ദ്രങ്ങളിൽ എല്ലാ മേഖലയിലിരിക്കുന്നത് ഇപ്പോഴും സൗരമാനന്ദാണ്. അത് നമ്മൾ ബോധ്യപ്പെടാം. പട്ടികജാതി ജനങ്ങൾക്ക് മറ്റ് പിന്നോക്കക്കാരുടെയും എല്ലാ അവകാശങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ആൾക്കാരാണുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടാകും. ഈ സമരം നമുക്ക് വേണ്ടിയാണ് എന്നെല്ലാവർക്കും ബോധ്യം നല്ല രീതിയിലുള്ള വളർന്ന തലമുറയ്ക്കും നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ തലമുറകൾ വേണം. അവർക്ക് വേണ്ട സംരക്ഷണം കിട്ടണം, അവർക്ക് വേണ്ട അവകാശം കിട്ടണം. അതിനെല്ലാം വേണ്ടിയുള്ള സമരമാണ്, നമുക്ക് വേണ്ടിയുള്ള സമരമാണ്. അതിന് എല്ലാവരും പങ്കാളികളായിക്കൊണ്ട് ഒറ്റക്കെട്ടായിട്ടുള്ള ടൗൺ സജീവ്, സുജാത വാമനൻ, ഉഷ, അനീഷ് കടവൂർ, KP രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. രാജൻ അംബേദ്കർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.